ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ അരപ്പുമായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. കുറച്ച് മസാലപ്പൊടികളുടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു പാത്രം വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അപ്പത്തിനും ചോറിനും ഒക്കെ നല്ലൊരു കറിയാണ്. എൻ്റെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ.